ഓക്കെ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മറ്റേ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ അത് ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് അടുത്ത് ബാക്കി ഇതിലേക്ക് വന്നത്. അപ്പോൾ എന്താണ് അവർ അങ്ങനെ പുതിയ സ്ഥലം അന്വേഷിച്ച് പോയി. ആരൊക്കെയാണ്? നമ്മളെ അങ്കിൾ റാറ്റും മോസ്കിറ്റോയും മണിയൻ ഫ്ലൈയും അല്ലേ? അങ്ങനെ നെക്സ്റ്റ് പിക്ചർ എന്താണെന്ന് നോക്കിയേ. ആ പിക്ചർക്ക് നോക്കിയാൽ തന്നെ മനസ്സിലായി അല്ലേ? സെക്കൻഡ് പിക്ചർ എന്താണ് കണ്ടോ? ദറ്റ് ഈസ് എ ലോട്ട് ഓഫ് വേസ്റ്റ് ഹിയർ ആൻഡ് ദർ. അപ്പം എന്താണ് അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് കിടക്കുന്നുണ്ടോ? ആ ഒരു വീടിൻ്റെ അവസ്ഥയൊക്കെ നോക്കിയേ, ചുറ്റും വേസ്റ്റാണ്. പിന്നെ അവിടെ ചെറിയൊരു കിണറൊക്കെ കാണുന്നുണ്ടല്ലേ? ആ കിണറൊന്നും പിന്നെ പ്രോപ്പറായിട്ടുള്ള ഫെൻസിങ്ങോ നെറ്റോ ഒന്നുമില്ല. പിന്നെ ആ ഒരു സ്ഥലത്ത് കണ്ടോ ആകെ വേസ്റ്റൊക്കെ ഡംപ് ചെയ്തിട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഈച്ചൻ്റെയും കൊതുകിൻ്റെയും അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് നോക്കിയേ. ഇനി അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വൗ, ലക്കി ദാറ്റ് വി കെയിം ഹിയർ. അവരെന്താ പറഞ്ഞത്? വി ആർ വെരി ലക്കി ദാറ്റ് വി കെയിം ഹിയർ. നമ്മൾ ഇവിടേക്ക് വന്നതേ ഭയങ്കര ഭാഗ്യമായി പോയിട്ടോ. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടമായിരുന്നല്ലേ? അവർ ബോഡീസ് ഹാവ് സ്വെൽഡ് ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്. മോസ്കിറ്റോ എന്താ പറഞ്ഞത്? ഒന്ന് നോക്ക്, അവരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി. അവരുടെ ബോഡീസൊക്കെ, അവരുടെ പിന്നെ ശരീരമൊക്കെ എന്തായി, ഒന്ന് ചീർത്ത് വന്നു, ഒന്ന് തടിച്ച് വന്നിട്ടുണ്ട്. അവർ ബോഡീസ് ഹാവ് സ്വെൽഡ് ഇൻ ജസ്റ്റ് ഫ്യൂ ഡേയ്സ്. ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മളൊക്കെ ഒന്ന് നന്നായി അല്ലേ? എങ്ങനെയാണ് നന്നായേ? അവർക്ക് അത്രയും തീറ്റ കിട്ടുന്നുണ്ട്, അവർക്ക് പറ്റിയ പരിതസ്ഥിതിയാണ്, ആ എൻവയോൺമെൻറ്റും എല്ലാം അവർക്ക് പറ്റിയ രീതിയിലാണ് അല്ലേ? ആപ്റ്റായിട്ടുള്ള ഒരു കറക്റ്റ് ലൊക്കേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ലോഡ്സ് ഓഫ് ഫുഡ്, ദ ബെസ്റ്റ് പ്ലേസ് ഫോർ അസ്. ഇതാണ് നല്ല ഇഷ്ടം പോലെ ഫുഡ്, നമുക്ക് പറ്റിയ ബെസ്റ്റ് പ്ലേസാണ് ഇവിടെ. വി ആർ നെവർ ഗോയിങ് എനിവെയർ എൽസ്. നമുക്കിനി ഇവിടം വിട്ടിട്ട് എവിടേക്കും പോകണ്ട. ലെറ്റ്സ് ലീവ് ഹാപ്പിലി ഹിയർ. നമുക്കിവിടെ സുഖമായി കഴിയാം. മണിയൻ ഫ്ലൈ റിമാർക്ക്ഡ് ജോയ്ഫുള്ളി. മണിയനീച്ച വളരെ സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനസ്സിലായി, അവർക്ക് നല്ല ജീവിക്കാൻ പറ്റിയ ഒരു ഇടമാണ് ഈ പിക്ചറിൽ കാണുന്നത്. പക്ഷെ നമുക്കോ, അവരിങ്ങനെ ജീവിച്ചാൽ അതാരെയാണ് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുക? യെസ്, ഹ്യൂമൻസിനെ അല്ലേ? ഡിഡിൻറ്റ് യു സീ ദ 2 villages ഇൻ ദ പിക്ചേഴ്സ്? ഇപ്പം നിങ്ങൾ 2 പിക്ചേഴ്സും കണ്ടല്ലോ. ഫസ്റ്റ് ഒരു പിക്ചർ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു വില്ലേജും, ഇപ്പോഴത്തതോ അത്രയും പിന്നെ വേസ്റ്റൊക്കെ ഡംപ് ചെയ്ത് കിടക്കുന്ന ഒരു അൺക്ലീൻഡ് ആയിട്ടുള്ള ഒരു വില്ലേജും. വിച്ച് ഓഫ് ദീസ് വില്ലേജസ് ഡു യു പ്രിഫർ ടു ലീവ് ഇൻ? നിങ്ങളൊന്ന് സെലക്ട് ചെയ്തേ. വിച്ച് ഓഫ് ദീസ് വില്ലേജസ് ഡു യു പ്രിഫർ ടു ലീവ് ഇൻ? ഏതായിരിക്കും നിങ്ങൾ, ഏത് ഗ്രാമത്തിൽ കഴിയാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുക ഈ 2 എണ്ണത്തിൽ? വൈ? കാരണവും പറയണം. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം കേട്ടോ. നിങ്ങൾ ആദ്യം 2 ഇതിന് താരതമ്യം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു വില്ലേജ് ഏതാണ്, എന്തുകൊണ്ടാണ് നിങ്ങളത് പ്രിഫർ ചെയ്തത്, വൈ യു പ്രിഫർ ദിസ് വില്ലേജ് എന്ന് കാണിച്ച് എഴുതുക. നെക്സ്റ്റ് നോക്കി, അതിൻ്റെ താഴെ എന്താ പറയണത്? ടു ലീവ് ഹെൽത്തി അവർ സറൗണ്ടിങ്സ് ഷുഡ് ബി കെപ്റ്റ് ക്ലീൻ. എന്താ പറഞ്ഞത്? നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ അവർ സറൗണ്ടിങ്സ് ഷുഡ് ബി കെപ്റ്റ് ക്ലീൻ. നമ്മുടെ പരിസരം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ടു ബി ഹെൽത്തി ആൾവേസ് we want to keep our surroundings clean and tidy. Mosquitoes, flies and rats live in places that are not clean. എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ ആളുകളൊക്കെ ആരൊക്കെയാണ്? മോസ്കിറ്റോസും കൊതുകുകളും ഫ്ലൈസ് ഈച്ചകളും അതുപോലെയുള്ള റാറ്റ്സും അതുപോലെ തന്നെ കോക്രോച്ചസുകളൊക്കെ എവിടെയുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്?
ഇൻ പ്ലേസസ് ദാറ്റ് ആർ നോട്ട് ക്ലീൻ. അത് ക്ലീൻ അല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവരൊക്കെ ഒന്നിച്ച് കൂട്ടമായിട്ട് പെരുകി വളരുക. സച്ച് ക്രീച്ചേഴ്സ് സ്പ്രെഡ് ഡിഫറെൻറ്റ് ഡിസീസസ്. എന്തുകൊണ്ടാണ് ഇവരൊന്നും വളരണ്ട എന്ന് നമ്മൾ പറയാൻ കാരണം, ഇവർ പെരുകണത്, ഇവർ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മളെ ജീവിതത്തിനെ ബാധിക്കും. എന്തുകൊണ്ട്? ഈ ക്രീച്ചേഴ്സൊക്കെ ദേ ആർ സ്പ്രെഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്. പലവിധ അസുഖങ്ങളും നമുക്ക് എത്തിക്കുന്നതും നമുക്ക് പകർത്തുന്നതും ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ കാരണമൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളാണ്. അപ്പോൾ ഇവർക്ക് ആവശ്യം എന്താണ്? തീരെ ക്ലീൻ അല്ലാത്ത ചുറ്റുവട്ടങ്ങളുള്ള സ്ഥലങ്ങൾ, പരിസരം ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ആ വീടുകളിലും ആ സ്ഥലങ്ങളിലും അസുഖങ്ങളും കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ജീവികൾ വളരുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താ ഇനി നെക്സ്റ്റ് ഒരു ബോക്സിൽ നമ്മുടെ മോസ്കിറ്റോസിനെ കുറിച്ച് പറയുന്നുണ്ട്. മോസ്കിറ്റോസ് ലേ എഗ്സ് ആൻഡ് മൾട്ടിപ്ലൈ ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ. സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടിക്കിടക്കണ വാട്ടർ. നമ്മൾ പറഞ്ഞു പലതരം ഗാർബേജസ്, സീവേജസുകൾ, ഡ്രെയിനേജുകളൊക്കെ ഉണ്ടാവും. അഴുക്ക് ചാലുകൾ ഒഴുകിപ്പോണതും അവിടെ ഇവിടെയും കെട്ടിക്കിടക്കണ വെള്ളങ്ങളും അങ്ങനെയുള്ള സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ, ചീത്ത വാട്ടറിൽ, അതായത് വെറുതെ കെട്ടിക്കിടക്കണ നല്ല പുഴ പോലെയുള്ള സ്ഥലങ്ങളല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല മീനുകളൊക്കെ വളരുന്ന തെളിഞ്ഞ നല്ല വെള്ളമുള്ള സ്ഥലങ്ങളല്ല. അവിടെയും ഇവിടെയും വേസ്റ്റൊക്കെ കെട്ടിക്കിടക്കണ വാട്ടർ ഉണ്ടാവും. വെറുതെ ഇങ്ങനെ കെട്ടിക്കിടക്കണ വാട്ടറിലാണ് ഇവരെന്ത് ചെയ്യണത്? മോസ്കിറ്റോസ് അവരുടെ മുട്ടയിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണത്, പെരുകണത്. ഇറ്റ് ടേക്സ് 8 days for the eggs to hatch and grow fully. അതായത് ഇത് മുട്ടയിട്ട് ഹാച്ച് ചെയ്തിട്ട്, അതായത് മുട്ടയിട്ട് വളരാൻ എത്ര ദിവസം എടുക്കുന്നു? ആ ഒരു 8 ദിവസമേ എടുക്കണുള്ളൂ. ഈ മുട്ടയിട്ട് അതിനെ അടയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ വളരും. ഫുള്ളി ആയിട്ട് വളരാൻ എത്ര ദിവസം എടുക്കണുള്ളൂ? 8 ദിവസം കൊണ്ട് ഈ കൊതുകുകളുടെ മുട്ട വളർന്ന് വലുതായി ആയിട്ട് വേറൊരു ഫ്ലൈ ആവും, വേറൊരു മോസ്കിറ്റോ ആവും. The blood-sucking mosquitoes spread several diseases like malaria, dengue fever and chikungunya. അപ്പോൾ ഇവർ പരത്തുന്ന മെയിൻ വലിയ വലിയ രോഗങ്ങളാണ് ഇപ്പോൾ അത് പറയുന്നത്. അതായത് നമ്മളെ ബ്ലഡ് വന്ന് സക്ക് ചെയ്യും. ആര്? ഈ കൊതുകുകൾ. നമുക്കിഷ്ടമുള്ള കാര്യമാണോ കൊതുകടി കടന്നു കൊള്ളാൻ? ഇല്ല. അവർ വന്ന് നമ്മളെ കടിക്കും. ഈ കടിക്കുമ്പോൾ അവരുടെ ഫീറ്റിലും അവരുടെ മേലൊക്കെ ഇഷ്ടംപോലെ ബാക്ടീരിയകളും വൈറസുകളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ ബ്ലഡ് സക്ക് ചെയ്യണ സമയത്തും നമ്മുടെ ബ്ലഡിലേക്ക് അവരെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ബാക്ടീരിയനെയും വൈറസിനെയും ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള മോസ്കിറ്റോസ് നമുക്ക് സെവറൽ ഡിസീസസ് ഉണ്ടാക്കും. ഡിസീസ് ഉള്ള ഒരാളിൽ നിന്ന് ബ്ലഡ് സക്ക് ചെയ്ത ശേഷം ആ ഒരു കൊതുകന്നെ എന്ത് ചെയ്യും? വേറൊരാളെയും പോയി കടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? രോഗിയുടെ ബാക്ടീരിയയെ വൈറസ് എന്താണെന്ന് വെച്ചാൽ അത് മറ്റാളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡിസീസുകൾ പകരുന്നത്. The blood-sucking mosquitoes spread several diseases like malaria, dengue fever and chikungunya. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ് ഈ ചാപ്റ്റർ എന്ന് മനസ്സിലായി. ഹൈജീനാണ് അവർ സ്ട്രെങ്ത്. അവർ സ്ട്രെങ്ത് എന്താണ്? ഹൈജീനായിട്ടിരിക്കണം. നമ്മൾ മാത്രം ഹൈജീനായിട്ടിരുന്നാൽ പോരാ, നമ്മുടെ എൻവയോൺമെൻറ്റും നമ്മുടെ അതായത് ചുറ്റുപാടുകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, അല്ലേ? ഓക്കെ, നമുക്ക് ഇന്ന് ഈ ചാപ്റ്റർ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. Okay students, now I am going to stop this chapter. Okay, bye.